ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് തമിഴിൽ കണ്ടതുപോലെ ചെറിയൊരു വിഷുവിൻ്റെ ഫോട്ടോഷൂട്ട് ഉണ്ട്. അതിന് വേണ്ടി കണിക്കൊന്ന് പറിക്കാൻ വേണ്ടി വന്ന കേട്ടോ. ഞാൻ പിള്ളേരെയും കൂട്ടിയിട്ടുണ്ട്, അപ്പോൾ അവരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിക്കിപീഡിയ ഒക്കെ നോക്കി എന്താണ് കണിക്കൊന്നയുടെ പ്രാധാന്യം എന്നൊക്കെ നോക്കിയപ്പോൾ വേനൽക്കാലത്ത് പൂക്കുന്നൊരു പൂവ്. അപ്പോൾ അത് വിഷുവിൻ്റെയൊക്കെ സമയമാകുമ്പോഴത്തേനും ഇപ്പോഴൊക്കെ നേരത്തെ കണിക്കൊന്ന് പൂത്തേക്കും. അപ്പോൾ വിഷുവൊക്കെ ആകുമ്പോഴത്തേനും ചെറുതായിട്ട് കൊഴിഞ്ഞൊക്കെ തുടങ്ങും കേട്ടോ. എന്നാലും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് അത്യാവശ്യം പറിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് ഉയരത്തിലുള്ളതെല്ലാം ഞാൻ പറിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ പിള്ളേർക്ക് ബൈയൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ചും കൂടെ കണക്കൊന്നും നമുക്ക് വേണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അപ്പുറത്തെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇവളായിട്ട് എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്ത് ഇവിടെ പറിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചത് ഇവളായിട്ട് ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തോട്ടിയെടുത്തപ്പോഴാണ് ഞാനത് കണ്ടത്. നല്ല പേരയ്ക്ക അവിടെ നിൽപ്പുണ്ടായിരുന്നു. നല്ല ഈ ഒരു ഒത്തിരി പഴുക്കാത്ത ഈ പച്ച പേരയ്ക്ക തിന്നാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടു വെച്ച് ഞാൻ അവളോട് ചോദിച്ചു പറിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, നമ്മൾ ചോദിച്ചില്ലല്ലോ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ തോട്ടി വെച്ച് ആ കണിക്കൊന്ന് പറിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ പറിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കൊമ്പോട് കൂടി ഇങ്ങനെ ചടി പോന്നു. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും അവിടുത്തെ അമ്മ ഉറങ്ങുമായിരുന്നു, അതുകൊണ്ട് പിന്നെ വഴക്കൊന്നും കിട്ടിയില്ല. പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ ആ പേരയ്ക്ക ഒരെണ്ണം അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഒത്തിരി ഉണ്ടായിരുന്നു, അപ്പോൾ ഒരെണ്ണം അടിച്ചു മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഷൂട്ടിന് ഞാൻ മാത്രമല്ല ഉള്ളത്, എൻ്റെ കൂട്ടുകാരി ഹേമയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞാൻ വോയിസ് കൊടുത്തതിൻ്റെ അത് സൗണ്ട് കുറവായതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇവളും ഉണ്ട്. അപ്പോൾ റെഡി ആയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അവൾ അത്യാവശ്യം എന്താ പറയുക കമ്മലൊക്കെ ഇട്ട് സെറ്റാക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഐലൈനർ എഴുതാൻ ഞാൻ തന്നെ എഴുതുന്നേക്കാളും എനിക്ക് വേറെ ആരെങ്കിലും എഴുതി തരുമ്പോൾ കുറച്ചും കൂടെയും ഒരു ഇഷ്ടം കേട്ടോ. എനിക്ക് എഴുതാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല, എനിക്ക് പക്ഷേ വേറെ ആരെങ്കിലും എഴുതി തരുമ്പോൾ ഇച്ചിരി കൂടെ ഇത് തോന്നുന്നതുകൊണ്ട് ഞാൻ അവളെ കൊണ്ട് എഴുതിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഷൂട്ടിന് വേണ്ടി സാരിയാണ് ഉടുക്കുന്നത്. അപ്പോൾ ഞാൻ ഉടുക്കുന്ന സാരി ഇതാട്ടോ. അവൾ ഉടുക്കുന്ന സാരി അവിടെ കട്ടിൽ കിടപ്പുണ്ട്. അപ്പം നമുക്ക് ഡ്രസ്സ് എടുത്തിട്ട് കാണാമെന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇവൾക്ക് സ്പെഷ്യൽ ഡാൻസ് ഉണ്ട് കേട്ടോ. ദേവു എനിക്ക് സാരിയുടെ നിറവൊക്കെ പിടിച്ചിരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്താൽ കേട്ടോ. പാവം കാണിക്കാനാണ് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഞാൻ സാരി എടുത്തത് ശരിയായില്ല ഗൈസ്, ഞാൻ മൊത്തം എടുത്തത് തെറ്റായിരുന്നു. അപ്പം അവിടുത്തെ ആൻറ്റി ഞങ്ങളെല്ലാവരും നമ്മുടെ ഇവിടെ ഈ പ്രദേശമുള്ള എല്ലാവരും ബന്ധുക്കാരാട്ടോ. എന്തെങ്കിലും രീതിയിൽ നമ്മൾ ബന്ധുക്കാരായിട്ട് വരും. അപ്പോൾ ഈ ആൻറ്റി എനിക്ക് നന്നായിട്ട് സാരി കൊടുത്ത് ഇങ്ങനെയാണോ എടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. ഒരു ടീച്ചറായിട്ട് ഇങ്ങനെയൊക്കെയാണോ സാരി കൊടുക്കണതെന്ന് കേട്ടോ ആൻറ്റി ചോദിച്ചത്. നമുക്കിപ്പോൾ ചുരിദാർ സ്കൂളിൽ ഇട്ടാൽ മതി. അപ്പോൾ സാരി അങ്ങനെ പൊതുവെ ഉടുക്കാറില്ല. പിന്നെ എനിക്ക് ഈ സെറ്റ് സാരി ഉടുക്കാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഭയങ്കര പാടാണ്. നമ്മൾ തന്നെ ഉടുക്കുമ്പോൾ അത് അത്രയും പെർഫെക്റ്റ് ആവത്തില്ല. അപ്പോൾ ആൻറ്റി എനിക്കത് ശരിയാക്കിയൊക്കെ തന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എൻ്റെ ഇങ്ങനെ കെയർ ചെയ്യണമൊക്കെ. അപ്പോൾ ആൻറ്റി നന്നായിട്ട് സെറ്റാക്കി തന്നിട്ടുണ്ട്. എൻ്റെ മുടി കണ്ടു ഗേസ്. അപ്പോൾ വെറുതെ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പം ഞാനതൊക്കെ വെച്ച് സെറ്റായിട്ട് ഷൂട്ടിങ്ങിൽ പോകാൻ വേണ്ടി എന്ന് വിചാരിക്കുന്നു. അവൾക്ക് മുടിയുണ്ട് ഗൈസ്, അപ്പോൾ എനിക്കും കൂടെ കുറച്ച് വേണ്ടേ. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൊരു സ്കൂളാട്ടോ. അപ്പോൾ അവിടെ ഒരു ആൽമരം ഉണ്ട്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. വേറെ ഒന്നും കൊണ്ടല്ല, ഒത്തിരി ദൂരം പോകാൻ വീട്ടിൽ സമ്മതിക്കില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് തന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു തരുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാട്ടോ. ആക്ച്വലി ഇവൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻ കൂടെ ആട്ടോ അവൻ. അപ്പം അത്യാവശ്യം വീഡിയോസും ഫോട്ടോസൊക്കെ ഇവൻ എടുത്തു കൊടുക്കാറുണ്ട്. അപ്പോൾ എന്നോട് ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് എന്തെങ്കിലും വീഡിയോസൊക്കെ എടുത്ത് തന്നെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ വിഷുവിൻ്റെ ടൈമായപ്പോൾ ഒന്നോടെയും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേടാ നമുക്ക് ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവൻ വന്നാട്ടോ. ഇവന് ഭയങ്കര ക്രേസാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെങ്കിലും. ആക്ച്വലി ഞങ്ങൾ സെയിം ഏജ് ആണെങ്കിലും ഒരു കുട്ടിയുടെ അച്ഛനാണ് ഗൈസ് ഇവൻ. അപ്പം ഇവനൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. അപ്പം അതിനകത്ത് ഇവർ ചലഞ്ചിങ് വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ആദ്യമേ എഡിറ്റിങ്ങിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവനാണ് എനിക്ക് അത് പറഞ്ഞൊക്കെ തന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പം ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ പെണ്ണുമുള്ള വഴക്ക് അറിയാമെന്നൊക്കെ. അവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഹേമ ടച്ചപ്പൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് എൻ്റെ കുറച്ച് സിംഗിൾ ഫോട്ടോസായിട്ട് എടുക്കുന്നത്. എനിക്ക് എന്ത് ചെയ്താൽ പോസൊന്നും അങ്ങ് വരുന്നില്ല. എനിക്കപ്പോൾ അവളും അവനൊക്കെ കാണിച്ചു തരികയാണ് ഇങ്ങനെ നിൽക്കടി എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരും കേട്ടോ. പക്ഷേ എനിക്കങ്ങ് വരുന്നില്ല, ചിരി അങ്ങ് വരുന്നില്ലായിരുന്നു. എല്ലാവരും കൂടെ നോക്കി നിൽക്കുന്നതുകൊണ്ടായിരിക്കും മേ ബി ഫസ്റ്റ് ടൈം അല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. അവരും കുറേ കഷ്ടപ്പെട്ടു. ചിരിക്കാനൊക്കെ പറയുന്നുണ്ട്, എനിക്ക് ചിരിക്കാനേ പറ്റുന്നില്ലായിരുന്നു. അടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ള കുറച്ച് ഫോട്ടോസ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞാൽ സെയിം വൈബാണ്. ഫോട്ടോ എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും വീഡിയോ എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഞങ്ങൾ ഭയങ്കര കംഫർട്ടാണ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് വീഡിയോസ് ചെയ്യുന്നതിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്, ബൈ.